ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷും നികേഷും കൂടി വീടിൻ്റെ അവസ്ഥകളെ പറ്റി സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ നീതി വീട് അന്വേഷിച്ചിറങ്ങി. എന്നിട്ട് പിന്നെ ഒരു വീടിൻ്റെ ഓണറെ കണ്ടു, അദ്ദേഹത്തിനെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ ജോലിയുടെ കാര്യമൊക്കെ പറയാം. അപ്പോൾ ജോലി കിട്ടിയിട്ട് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അയ്യോ അങ്ങനെ ഓർത്ത് പേടിക്കൊന്നും വേണ്ട, വാടകയുടെ കാര്യത്തിൽ ഒരു പ്രശ്നവും വരില്ല എന്ന് നിധി പറയാം. കല്യാണം കഴിഞ്ഞതാണല്ലേ, ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പം അത് പിന്നെ പുറത്താണെന്ന് നിധി പറയാം. ഫോറിനിലാണോ എന്ന് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഒരു റിലേറ്റീവിൻ്റെ അടുത്താ, അതെവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് പിന്നെ എനിക്ക് വെള്ളയമ്പലത്താണെന്ന് പറഞ്ഞു കേട്ടോ. ഓ അങ്ങനെ. അപ്പോൾ എൻ്റെ കൂടെ വരാനായിട്ട് ഇരുന്നതാ, അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലെ ഭാഗമാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ നിധിയെ വിളിച്ച് കാണിച്ചു കൊടുക്കും. അപ്പോൾ നിധി അവിടെ കയറി ഇതെല്ലാം കാണുവാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യവും ബാക്കി കാര്യങ്ങളെല്ലാം ചേട്ടൻ പറഞ്ഞു. അങ്ങനെ നിധി താമസം മാറാൻ തീരുമാനിച്ചു. അതിനുശേഷം അഡ്വാൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അഡ്വാൻസ് GPay ചെയ്താൽ മതി, എഗ്രിമെൻ്റ് ഞാൻ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അല്ല വാടക പറഞ്ഞില്ല. അപ്പോൾ വാടക 7000 രൂപ, അഡ്വാൻസ് 25,000 എന്ന് പറഞ്ഞു. അപ്പോൾ 25,000? അതെ, ഒരു 5,000 രൂപ ടോക്കണായിട്ട് അയച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ക്യാഷായിട്ട് തരാം. അപ്പോൾ അതായാലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നിധി ക്യാഷായിട്ട് കൊടുത്തു. എന്നാൽ പിന്നെ നമുക്ക് നാളെ കളയാം കേട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് നിധി അവിടെ നിന്ന് അങ്ങ് പോവാം. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സുഭാഷ് അവിടെ മുറ്റത്ത് തൂക്കലും അതുപോലെ കിളക്കലും എന്തൊക്കെയായിട്ടിരിക്കും. അപ്പോഴത്തേക്കും സുധീഷ് പതുക്കെ ചേട്ടൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഏട്ടനിവിടെ എന്നാ പണിയാന്ന് ചോദിച്ചു. ഇവിടുത്തെ പുല്ലൊക്കെ കളച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി ആയില്ലേ, അപ്പോൾ ഒന്ന് ചെത്തി വെടുപ്പാക്കാമെന്ന് വിചാരിച്ചതുകൊണ്ടാന്നൊക്കെ പറയാം. അപ്പോൾ സുധീഷ് വിഷമിച്ച് സോറി സുഭാഷ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ സോറിയോ എന്തിനാടാന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഇന്നലെ ഞാൻ അറിയാതെ മനഃപൂർവ്വം ചേട്ടനെ തല്ലിയതൊന്നും അല്ല എന്നും ഹരീഷ് എന്നെ അടിച്ചപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് അവനെ തിരിച്ചടിച്ചതാണെന്ന് സുധീഷ് പറയുക. അത് അറിയാതെ സുഭാഷ് ഏട്ടൻ്റെ കവിളിൽ കൊണ്ടതാണെന്നും സോറി സുഭാഷ് ഏട്ടാന്നും പറഞ്ഞു. അന്നേരം എന്തോന്നാടാ ഇത്, നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത് നീയായിട്ട് എന്നോട് വന്ന് പറയണോ, എനിക്കത് അറിഞ്ഞുകൂടെ എന്ന് സുഭാഷ് സുധീഷിനോട് പറയാം. അപ്പോൾ ആലോചിക്കുമ്പോഴേ എനിക്ക് വല്ലാത്ത വിഷമം വരുവാണെന്ന് സുധീഷ് സുഭാഷിനോട് പറഞ്ഞു. അറിയാതെ പോലും അത് സുഭാഷ് ഏട്ടൻ്റെ കവിളിൽ കൊള്ളാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ നീ ഇനി ഇത് തോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, എനിക്കത് അന്നേരം തന്നെ മനസ്സിലായത്, നീ അത് വിട്ടേക്ക് കേട്ടോ, വിട്ടുകളാം എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ അനിയനെ സമാധാനിപ്പിച്ച് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ഏട്ടന് നന്നായി വേദനിച്ചോ എന്ന് ചോദിച്ചോണ്ട് കവളയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അതൊന്നും സാരമില്ലടാ, നീ അതൊക്കെ വിട്ടുകളാന്ന് പറഞ്ഞു. പിന്നെ സുധീഷേ എടാ പഴയതുപോലെയല്ല, ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലുണ്ട്, അത് നീ മനസ്സിലാക്കണം. നീ ഹരീഷും കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടി ഉണ്ടാക്കാൻ പാടില്ല. ആ കുട്ടി എന്താടാ വിചാരിക്കുക. പിന്നെ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ നിധിയെ നീ കണ്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വഴക്കൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നും നീ എന്താ അത് പറയാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും ഇല്ല എന്ന് പറയാം. പിന്നെ ഈ സുഭാഷ് ഏട്ടൻ അവളോട് സത്യമൊക്കെ പറഞ്ഞു എന്നറിഞ്ഞപ്പോഴേ എനിക്കെന്തോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ടായി പോയെന്നും അവളാണെങ്കിൽ ശരം വിട്ടതുപോലെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. ഞാൻ ആകെ കുഴഞ്ഞു പോയി സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് സുധീഷ് കാര്യങ്ങളെല്ലാം സുഭാഷിനോട് പറയുവാണ്, നിധി പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീട്ടുകാരെ പറ്റിയും അതുപോലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അപ്പം ഞാനും അവളുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധമില്ലാതിരിക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അതൊരു പ്രശ്നം ആവില്ലല്ലോ എന്ന് ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നുള്ളൂ എന്നും, പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ആവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അപ്പം ഞാൻ നുണ തന്നെയാണ് പറഞ്ഞത്, അത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ സുഭാഷ് ഏട്ടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധീഷ് ഇങ്ങനെ. അപ്പോൾ നീ പറഞ്ഞ നുണകൾക്ക് വിരുദ്ധമായി ഇവിടുത്തെ ജീവിതം കാണുമ്പോൾ അവൾ കാര്യം മനസ്സിലാക്കില്ലെന്നാണോ നീ കരുതി വെച്ചിരുന്നത് എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ ഞാനുമായിട്ടുള്ള അവളുടെ ബന്ധം ഉറച്ചു കഴിയുമ്പോഴേ പതിയെ ഓരോന്ന് അറിഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതി എന്ന് സുധീഷ് പറയണു. അതൊക്കെ പോട്ടെ, എന്നോട് സുഭാഷ് ഏട്ടൻ അവളോട് എല്ലാം പറയാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പം അവളോട് ആദ്യം മുതൽ സത്യം തുറന്ന് പറയണമെന്ന് പറഞ്ഞ ആളല്ലേ ഞാൻ, നീ അത് കേട്ടായിരുന്നോ? ഇല്ലല്ലോ. ഞാൻ സൂപ്പർവൈസർ ആണെന്ന് കരുതി അവൾ ഓരോന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിന്നെ പോലെ നിപ്പിൽ കള്ളം പറഞ്ഞു ഒഴിയാനൊന്നും എനിക്ക് പറ്റില്ല സുധീഷ്, എനിക്ക് അറിയുകയില്ല, അത് ഞാൻ ചെയ്യുകയില്ല അതെന്ന് സുഭാഷ് പറയാം. നമ്മളെ വിശ്വസിച്ച് സംസാരിക്കുന്നവരോട് നമ്മൾ എങ്ങനെയാണ് അങ്ങനെ നുണ പറയുക? നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മളായിട്ട് പറഞ്ഞില്ലെങ്കിലും ആ കുട്ടി ഒരു ദിവസം സത്യങ്ങളെല്ലാം അറിയില്ലേ എന്ന് ചോദിച്ചു. ആ ഒരു സമയത്ത് അത് നേരിടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. നീ നോക്ക്, ഏത് ചെറിയ കാര്യത്തിന് നുണ പറഞ്ഞ് ശീലിച്ചവനാണ് നീ. അപ്പോൾ ആ ഒരു സ്വഭാവം ഇനിയെങ്കിലും നീ ഒന്ന് മാറ്റണം എന്ന് സുഭാഷ് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അത് നിന്നെ തന്നെ ബാധിക്കും, പ്രശ്നമാവും. ആ കുട്ടി ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ നുണ പറയുന്നത് നീ നിർത്തണമെന്ന് പറഞ്ഞു. പറഞ്ഞ് മനസ്സിലായല്ലോ. സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും, അത് നീ മറന്നു പോകരുത് എന്നൊക്കെ ചേട്ടൻ അനിയനെ ഉപദേശിച്ചു കൊടുക്കുക. അപ്പോൾ നീ കരയരുത് കേട്ടോ എന്ന് പറഞ്ഞ്. കരയാണോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഒരിക്കലും കരയില്ല. നമ്മുടെ ജീവിതം എന്താണെന്ന് അറിയില്ലേ, അമ്മയെ കൊല്ലിയുടെ
മകനെന്നുള്ളതായിരുന്നു ആദ്യത്തെ മേൽവിലാസം. അതുകൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും എല്ലാവരും എന്നെ അങ്ങ് മാറ്റി നിർത്തി. കൂടെ പഠിക്കുന്നവർ പോലും ഒരിക്കൽ പോലും എന്നെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല എന്ന് സുധീഷ് പറയാം. അച്ഛൻ ചെയ്ത തെറ്റിന് നമ്മൾ കുട്ടികളായിരുന്നു ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ സുധീഷ് ഇങ്ങനെ പറയുക. ആ ഒരു കാലം മുതൽ ഈ വീട് ഞാൻ വെറുക്കാൻ തുടങ്ങിയതാണെന്ന് സുധീഷ് സുഭാഷിനോട് പറയാം. പക്ഷേ അവൾ വന്നതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതായിരുന്നു. പക്ഷെ എല്ലാം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. ആളുകളുടെ മുന്നിൽ ഒരു അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് സുഭാഷ് ഏട്ടാ ഞാൻ നുണകൾ പറഞ്ഞു തുടങ്ങിയതെന്ന് സുധീഷ് ഏട്ടനോട് പറയുക. ആ നുണ വിശ്വസിച്ചാണ് പലരും ഇപ്പം എന്നെ ജോലിക്ക് പോലും വിളിക്കുന്നതെന്ന് സുധീഷ് പറയാം. ഇതൊന്നും ഞാൻ ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നു സുധീഷ്. അപ്പോൾ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണെന്നും പറഞ്ഞ് ഏട്ടനെ കെട്ടിപ്പിടിച്ച് സുധീഷ് ഭയങ്കര കരച്ചിൽ. പല വർഷത്തെ പഴക്കമല്ലേ, ചിലപ്പോൾ അപ്പോൾ വിട്ടുപോകാൻ ഇത്തിരി സമയം എടുക്കായിരിക്കും അല്ലേ. എന്നാലും ഞാൻ മാറ്റിക്കോളാം സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് ഇവരങ്ങ് സംസാരിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുമ്പോൾ നിധി പുറത്ത് പോയിട്ട് വരുക. അപ്പോൾ നിധി വരുമ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കാര്യമായിട്ട് നിങ്ങൾ സംസാരിക്കാമായിരുന്നു എന്ന് നിധി ചോദിച്ചു. അപ്പം ഇല്ല, ഞങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞതാണെന്ന് സുധീഷ് പറഞ്ഞു. സുഭാഷ് എന്തായാലും ചിരിച്ചും കാണിച്ചു. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ സുഭാഷ് ഏട്ടാ എന്ന് നിധി. അപ്പോൾ പറഞ്ഞു എന്നാ? അത് പിന്നെ ഞാനൊരു വീട് വാടകയ്ക്ക് നോക്കാൻ പോയതാ, അത് ശരിയായി എന്ന് നിധി പറയാം. അപ്പോഴത്തേക്കും സുധീഷും സുഭാഷും കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ. അന്തം വിട്ട് നാളെ തന്നെ അങ്ങോട്ട് മാറിയാലോ എന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞപ്പം വീടൊക്കെ നോക്കിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നലെ ഒരു പരസ്യം കണ്ടപ്പോൾ വിളിച്ച് നോക്കിയതാണെന്നും വീട് ശരിയായാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞിരുന്നില്ലേ എന്നും നിധി. ഇന്ന് രാവിലെ പോയി കണ്ട് ടോക്കൺ അഡ്വാൻസ് കൊടുത്തു എന്നും നിധി പറയാം. അപ്പോൾ അതിനുവേണ്ടി പോയതായിരുന്നല്ലേ എന്ന് സുഭാഷ് ചോദിച്ചു. അപ്പോൾ അതെന്ന് നിധിയും പറഞ്ഞു. ഇവിടെ അടുത്താണോ എന്നൊക്കെ ചോദിക്കുമ്പം ഇവിടുന്ന് കുറച്ച് മാറി വട്ടൂർക്കാവ് എന്ന് പറയുന്നൊരു സ്ഥലത്താണെന്നൊക്കെ പറയാം. അപ്പം സുധീഷ് ഇങ്ങനെ നിൽക്കുക നോക്കി. എന്നാലും ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു, എനിക്കങ്ങോട്ടത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ എന്ന് പറയുമ്പം ഇപ്പം തന്നെ ഒരുപാട് ദിവസങ്ങളായില്ലേ ഞാനിവിടെ, ഇനിയും എങ്കിലും മാറിയില്ലെങ്കിൽ ശരിയാവില്ല എന്നും പറഞ്ഞു. ഇപ്പം നല്ലൊരു വീടും എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പൊക്കോട്ടെ സുഭാഷ് ഏട്ടാന്ന് ചോദിക്കുമ്പോൾ അതിന് എന്നോടൊരു വാദം ചോദിക്കുന്നത് എന്തിനാ? അപ്പോൾ ഞാൻ പറഞ്ഞു സുഭാഷ് ഏട്ടൻ തെറ്റായിട്ട് എടുക്കല്ലേ, ഞാൻ ഇങ്ങനെ ഒരു വീട്ടിലാണെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നിധി പറയാട്ടോ ഇവരോട്. അപ്പം ഇങ്ങനെയാണ് താമസം എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് താമസിക്കാൻ കിട്ടില്ല എന്ന് വിചാരിച്ചാണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നുമല്ല, ഇവിടെയാണെന്ന് പറഞ്ഞാൽ അടുത്ത വീട് ഇരിക്കും എന്തിനാ വാടകയ്ക്ക് നോക്കുന്നത് എന്ന് ചോദിക്കും. പിന്നെ പലതും നമുക്ക് പറയേണ്ടി വരില്ലേ, എന്തിനാ വെറുതെ അതാ എന്ന് നിധി ഇങ്ങനെ പറയുമ്പോൾ സുഭാഷ് സുധീഷിനെ നേരെ നോക്കി ഒന്ന് ചിരിച്ചു. മോളെ ഉറപ്പായിട്ടും പോകണമല്ലേ എന്ന് സുഭാഷ് ചോദിക്കാം. അപ്പോൾ വേണം സുഭാഷ് ഏട്ടാ, ഇപ്പം തന്നെ ഒരുപാട് ദിവസങ്ങളായി, വെറുതെ എതിരൊന്നും പറയരുതെന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോളുടെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു സുഭാഷ്. അപ്പോഴത്തേക്ക് നിധി കയറിപ്പോയി. പിന്നെ സുധീഷ് ഭയങ്കര കരച്ചിൽ കണ്ടില്ലേ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുഭാഷ് ഏട്ടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ സുധീഷ്. ആ സമയത്ത് നിധി അകത്ത് പോയി എല്ലാം പാക്ക് ചെയ്യുക. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ടേക്ക് കയറി വന്നു. നിധി എല്ലാം പാക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഇത്ര പെട്ടെന്ന് പാക്കിംഗ് ഒക്കെ തുടങ്ങിയോ എന്ന് ചോദിച്ചു. അതെ, നാളെ പോവല്ലേ, അപ്പോൾ പിന്നെ ഇന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതി എന്ന് നിധി പറയാം. അപ്പോൾ ഡ്രസ്സ് മാത്രമല്ലേ ഉള്ളൂ, അതും എടുത്തു വയ്ക്കാതെ പറ്റത്തില്ലല്ലോ എന്ന് നിധി സുധീഷിനോട്. ശരിയാ താൻ പറഞ്ഞതെന്നും പറഞ്ഞാൽ പറയാം. അപ്പോൾ ഒന്നുപോലും ഇവിടെ ബാക്കി വെച്ചിട്ട് പോകണ്ടല്ലോ അല്ലേ, അതുകൊണ്ടായിരിക്കും എല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കി അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പം ഇപ്പം എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് നിധി അന്നേരം ചോദിച്ചു. അപ്പോൾ സുധീഷിന് ഭയങ്കര സങ്കടം. സുധീഷ് വന്നിട്ട് അത് പിന്നെ എടോ എന്തിനാ ഇപ്പം ഇത്ര ധൃതി പിടിച്ചിങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു. ഇയാൾ വീട് നോക്കാൻ പോവുകയാണെന്ന് എന്നോട് പറഞ്ഞതേ ഇല്ലല്ലോ, അപ്പോൾ എന്തിനും ഞാനത് നിങ്ങളോട് പറയണം? പറഞ്ഞ ആ പേരിലൊരു നാടകം കളിക്കുന്ന എന്താ ഞാൻ കാണണമെന്ന് നിധി ചോദിക്കാം. എൻ്റെ ചേട്ടൻ അറിയുന്നൊരു സ്ഥലമുണ്ട്, മാമൻ അറിയുന്നൊരു സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കാനാണോ എന്ന് നിധി ചോദിക്കുമ്പം നിധി ഞാൻ എന്തിനാണോ ഇയാളെ പറ്റിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കാം. രാവിലെ പുറത്തേക്ക് പോയി എന്ന് ഞാൻ അറിഞ്ഞു, വീട് നോക്കാൻ വേണ്ടി പോകുന്നതാണ് എന്നൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേന്ന് ചോദിച്ചതാണെന്ന് സുധീഷ് പറയാം. നിധി അതിനൊന്നും മിണ്ടുന്നില്ല. നിധി ഈ നാട്ടിൽ താൻ പുതിയ ആളല്ലേ, ഇവിടുത്തെ ആളുകളെ പറ്റി നിധിക്കൊന്നും അറിയില്ലല്ലോ എന്ന് സുധീഷ് പറയണം. എങ്ങനെയുള്ള വീടാണെന്നൊക്കെ അന്വേഷിക്കാതെ വെറുതെ വാടകയ്ക്കൊക്കെ എടുത്ത് താമസിച്ച് തുടങ്ങിയിട്ട് നാളെ ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യുമെന്ന് സുധീഷ് ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പം ഇതുവരെ നിങ്ങളുണ്ടാക്കി തന്ന പ്രശ്നങ്ങളെക്കാളും വലുതെന്തായാലും ഇനി വരാൻ പോകുന്നില്ല എന്ന് നിധി അന്നേരം സുധീഷിനോട് പറഞ്ഞു. എൻ്റെ കാര്യം വിട്ടുകളാം, ഞാൻ ഇയാളെപ്പറ്റിയാണ് വിചാരിച്ചതെന്ന് നിധിയോട് സുധീഷ് പറയൂ കേട്ടോ. എടോ ആ വീടിരിക്കുന്ന സ്ഥലം ഏത് തരത്തിലുള്ളതാ, അവിടെ പരിസരത്തെ ആളുകൾ എങ്ങനെ, അവിടെ ആരാണ് മുൻപ് താമസിച്ചിട്ടുള്ളത്, അവർ ഒഴിഞ്ഞു പോകാനുള്ള കാരണം എന്താണ്, അങ്ങനെ ഒരുപാട് 100 കൂട്ടം കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് എന്നൊക്കെ സുധീഷ് നിധിയോട് പറയുമ്പോൾ ഒന്നും നിധിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചോദിച്ച ഉടനെ വീട് തരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും, അത് ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ അന്വേഷിച്ചു, വീടിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല വീട് തന്നെയാണെന്ന് നിധി സുധീഷിനോട് പറയൂ കേട്ടോ. പിന്നെ
ഇയാൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടെന്നും പറഞ്ഞു. ഞാൻ നുണ പറഞ്ഞു എന്നുള്ളൊരു കാരണം കൊണ്ടല്ലേ ഇയാൾ പെട്ടെന്ന് പോകുന്നത്. എടോ കുറച്ച് സാവധാനം ആലോചിച്ച് ചെയ്താൽ പോരെ ഇതൊക്കെ എന്ന് സുധീഷ് ചോദിക്കുമ്പം സാവധാനം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആദ്യം ഇത് തീരുമാനിച്ച കാര്യമായിരുന്നില്ലേ? വീട് കിട്ടിയാൽ പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? ഇപ്പം വീട് കിട്ടി ഞാൻ പോകുന്നു, അതിനിപ്പോൾ എന്താ? അല്ല അതിനെന്തിനാ ഇയാളിങ്ങനെ കിടന്ന് ടെൻഷൻ ആവുന്നേ? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. എടോ അതല്ല, ഈ നാളെ തന്നെ പോകണമെന്ന് എന്താ ഇത്ര വാശി പിടിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പം ഇതെങ്ങനെയാണ് വാശിയാവുന്നേ? എൻ്റെ ആവശ്യമല്ലേ, അതൊരു വാശിയാണോ നിധി? അപ്പോൾ അതെനിക്ക് മനസ്സിലായെന്ന് സുധീഷ്. ഞാൻ നുണ പറഞ്ഞതിൽ ഇയാൾക്ക് നല്ല വിഷമമായല്ലേന്ന് ചോദിക്കുമ്പം ഹലോ അതെ അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് വിഷമിക്കേണ്ട കാര്യം എന്താണെന്ന് നിധി സുധീഷിനോട് ചോദിക്കുക. സുധീഷ് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അല്ല എന്നെ വിഷമിപ്പിക്കാൻ നിങ്ങളാരാണെന്നും നിധി ചോദിച്ചു. സുധീഷ് ഒന്ന് ചിരിച്ചു. പരസ്യം കണ്ടപ്പോൾ അന്വേഷിച്ചു, അത് ശരിയായി, ഞാൻ പോകുന്നു, സിമ്പിൾ, അത്രേ ഉള്ളല്ലോ. അത് വെറുതെ ഒരു ഇഷ്യൂ ആക്കേണ്ട ആവശ്യം എന്താ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാലും ഒന്ന് പറയായിരുന്നു. അപ്പോൾ ഇയാളോട് എന്തിന് ഞാനത് പറയണം? ഇയാളുടെ ചേട്ടനോടുള്ള ബഹുമാനം കൊണ്ടാണ് പോവുകയാണെന്ന് പോലും ഞാൻ പറഞ്ഞത്. ഇനി അതിനെപ്പറ്റി തന്നെ വീണ്ടും വീണ്ടും സംസാരിക്കാൻ നിൽക്കരുത് പ്ലീസ്, എനിക്ക് താല്പര്യമുള്ള കേസല്ല എന്ന് നിധി പറഞ്ഞിട്ട് പിന്നെ പാക്കിങ് തുടർന്ന് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വിഷമിച്ചിങ്ങനെ എന്നിട്ട് പുറത്ത് പോയി ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സെക്കൻഡ് തൊട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സുധീഷ് ഒരു സെക്കൻഡ് ആലോചിച്ച് അവിടെ നിന്ന് പൊട്ടിക്കരയും കേട്ടോ. എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് വരെ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവിടെ പോയൊരു പ്രാർത്ഥനയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ പുറത്ത് പോയി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ സുഭാഷും ഒക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടോ കൂട്ടത്തിൽ. സുഭാഷ് ഏട്ടാ ചേട്ടനൊരു കാര്യം അറിയാവോ എന്ന് ചോദിക്കുക സുധീഷ്. ഈ ഗോവ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വീടുകളിൽ കാറുള്ളത് അത് കേരളത്തിലാണെന്ന കാര്യം പറയാം. ഈ സ്റ്റേറ്റിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോഴേ നമ്മൾ തന്നെയാണ് അപ്പോൾ ഒന്നാമതും വരിക. അതെന്തുകൊണ്ടാ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ സുഭാഷിനോട് ഇരുന്ന് പറയാം. വരവിനേക്കാളും ചെലവഴിക്കാൻ നോക്കുന്ന നിന്നെ പോലെ കുറേ എണ്ണം ഉള്ളത് കൊണ്ടാണെന്ന് സുഭാഷ് നേരെ സുധീഷിനോട് പറഞ്ഞു. സുഭാഷ് ഏട്ടാ ഇങ്ങനെ പിന്തിരിപ്പനായിട്ട് ചിന്തിക്കരുത് കേട്ടോ. ദേ നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല, നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാ, മനസ്സിലായോ? ആറ്റിറ്റ്യൂഡാണ് നമ്മളുടെ സ്ട്രെങ്ത്. ഒരു കാര്യം നടത്തിയെടുക്കാൻ ഏതറ്റം വരെ നമ്മൾ പോകുമില്ലേ, അതാണ് നമ്മളുടെ ശക്തി. ഇതൊക്കെ പറയുമ്പം അത് നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടാൽ അറിയാവുന്ന സുഭാഷ് അന്നേരം പറഞ്ഞു. സുഭാഷ് ഏട്ടൻ ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, നല്ല അർത്ഥത്തിലാണെങ്കിൽ അത് ശരി. പതിയെ ഒരു ചെറിയ കാറിൽ തുടങ്ങി പടിയായിട്ട് ഒരു പോഷ് കാറിലെത്തണം. എടാ നിനക്ക് എങ്ങനെയാടാ സുധീഷ് ഇങ്ങനെ കൂളായിട്ടിരിക്കാൻ പറ്റുന്നതെന്ന് സുഭാഷ് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചേ? നിധി നാളെ വീട് വിട്ട് പോവാണെന്ന് പറയാണെന്ന് പറയുമ്പം അതുകൊണ്ടിപ്പോൾ ഞാൻ തന്നെ വേണം, നിനക്കതിൽ വിഷമമൊന്നുമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ സങ്കടപ്പെട്ടാൽ എന്താ അവൾ പോവാതിരിക്കുമോ എന്ന് സുധീഷ് ചോദിക്കുക. ആ കുട്ടി ഒന്ന് പെട്ടെന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് വിഷമമൊന്നും ഇല്ലെന്നാണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പം അതിനിപ്പോൾ ദേ ആ മൂലയിൽ പോയിരുന്നു ഞാൻ അങ്ങ് കരയണോ, ഇനിയിപ്പോൾ കരഞ്ഞാൽ തന്നെ അവൾ പോവാതിരിക്കുമോ എന്നൊക്കെ സുധീഷ് ചോദിക്കുക. എടാ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ഓവറായിട്ട് ചിന്തിച്ച് പേടിക്കുന്ന ഒരാളല്ലേ നീ? നീ എന്താ ഇങ്ങനെ? എന്നിട്ട് ഇപ്പം ഇത്രയും വലിയ വിഷയം വന്നത് അത് സിമ്പിളായിട്ട് എടുക്കാൻ നിനക്കൂടെ എങ്ങനെ പറ്റുന്നടാ എന്നൊക്കെ സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് ഒന്ന് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം. അപ്പോൾ എന്തോ ഒരു പണി നമ്മുടെ സുധീഷ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ചിരിക്കില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.